ഹലോ കെ പി ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നമ്മളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ കുറച്ച് ദിവസമായല്ലേ വീഡിയോ ഒന്നും ഇല്ലാത്ത, തീരെ സുഖം ഉണ്ടായിട്ടില്ല. ചെറിയ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ, അതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കാനൊന്നും തോന്നിയിട്ടില്ല കേട്ടോ. കയ്യുന്നേ ഉണ്ടായിട്ടില്ല. 2-3 ദിവസമായിട്ട് ഫുൾ കിടപ്പ് തന്നെയായിരുന്നു കേട്ടോ. അങ്ങനെ ഒന്നും കാര്യമായിട്ടൊന്നും വീഡിയോ എടുക്കണമെങ്കിലും കാര്യമായിട്ടൊന്നും ചെയ്തിട്ടൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഡേ ഇൻ മൈ ലൈഫ് ആയാലും എടുക്കണമെങ്കിൽ 2-3 ദിവസമായിട്ട് ഞാൻ ഫുൾ റെസ്റ്റ് തന്നെ പറയാം കേട്ടോ. ഫുൾ ടൈം മക്കളെ വിട്ട് കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം വരെ കിടത്തം തന്നെയാണ്. പിന്നെ വൈകുന്നേരം ട്യൂഷൻ എടുക്കും. വൈകുന്നേരം ആകുമ്പോൾ പിന്നെ എന്തെങ്കിലും ചോറും കറിയും വെക്കലും കാര്യങ്ങളെല്ലാം. അതുകൊണ്ട് തന്നെ അങ്ങനെ വീഡിയോ എടുക്കാൻ കാര്യമായിട്ടൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇന്നും അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല കേട്ടോ. ഇന്നും എനിക്ക് ആ ക്ഷീണവും കാര്യങ്ങളും കുറഞ്ഞിട്ടൊന്നുമില്ല. അപ്പോൾ ഞാൻ എന്തായാലും കിടക്കാമെന്ന് വിചാരിച്ചിട്ട് തന്നെ നിൽക്കുന്നു കേട്ടോ. പിന്നെ ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഫോണെല്ലാം ഒന്ന് തപ്പി നോക്കിയ സമയത്ത് വെക്കേഷൻ, അത് ഈ വെക്കേഷനല്ല, നമ്മളെ ക്രിസ്മസ് വെക്കേഷനില്ലേ, ക്രിസ്മസ് വെക്കേഷന് ഞാൻ വീട്ടിൽ നിൽക്കാൻ പോയ സമയത്ത് ഞാൻ കപ്പേനെ കൊണ്ടൊരു ചായൻ്റെ അടി ഉണ്ടാക്കിയിട്ടുണ്ടായിനെ. അതിൻ്റെ ഷോർട്സ് ഞാൻ ഇട്ടിട്ടുണ്ടായിന്. എന്നിട്ട് ഫുൾ വീഡിയോ ഇടാന്ന് പറഞ്ഞിട്ട് ഞാൻ ഇതുവരെയായിട്ട് ഇട്ടിട്ടുണ്ടായില്ല. സംഭവം വേറെ വേറെ വീഡിയോ ഇങ്ങനെ വന്ന് അതവിടെ മറന്നുപോയി. പിന്നെ ഇടയ്ക്ക് ഓർമ്മിക്കും, അന്നേരം വിചാരിക്കും പിന്നീടാന്ന് വിചാരിക്കും. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഇപ്പം വീഡിയോ ഒന്നും ഇല്ല ഇടാൻ വേണ്ടിയിട്ട്. എന്നാൽ പിന്നെ ആ കടി ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കിയത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ആ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യാൻ വന്നിട്ടാണ് വിചാരിക്കുന്നത്. അപ്പം എന്തായാലും ഞാൻ എന്താണ് ഉണ്ടാക്കിയത്, എങ്ങനെയാണ് ഉണ്ടാക്കിയത് എന്ന് നിങ്ങൾ കണ്ടിട്ട് വാ. എന്നിട്ട് നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഞാനിങ്ങനെ എല്ലാ വീഡിയോസിലും കമൻറ്റ് ചെയ്യുക എന്ന് പറയുന്നതല്ലാണ്ട് ആരും കമൻറ്റ് ചെയ്യുന്നില്ല കേട്ടോ. ഞാൻ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്കൊരു Q&A ചെയ്താലോ എന്ന്. അതിനും കാര്യമായിട്ടില്ല, അങ്ങനെ കമൻറ്റൊന്നും വന്നിട്ടുണ്ടായിട്ടില്ല. പിന്നെ ഏത് തരത്തിലുള്ള വീഡിയോസാണ് ഇടണ്ടേ ചോദിച്ചിട്ടുണ്ടായിന്, അതിനും ആരും കമൻറ്റ് ഇട്ടിട്ടില്ല. അപ്പോൾ പറ്റുന്നവരെല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ എന്തായാലും ഒന്ന് വീഡിയോ കണ്ടിട്ട്. രാവിലെ ചായേൻ്റെ കടി കപ്പയാണ് ആക്കിയിട്ടുണ്ടായിനി. അങ്ങനെ എല്ലാവരും കഴിച്ചതിൻ്റെ ബാക്കി കുറച്ച് കപ്പയുണ്ടായിനി. അപ്പോൾ അത് വേസ്റ്റാക്കി കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അതിനെക്കൊണ്ടൊരു 4 മണി പലഹാരം ഉണ്ടാക്കാൻ തീരുമാനിച്ചു. അപ്പോൾ എപ്പം വീട്ടിൽ പോയി കഴിഞ്ഞാലും ഏച്ചീൻ്റെ പിള്ളേർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, ആൻറ്റി എന്തെങ്കിലും കടി ഉണ്ടാക്കിത്താന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ എപ്പോഴും വീട്ടിൽ പോയി കഴിഞ്ഞാലാണ് ഇതുപോലെയുള്ള ഓരോ പുതിയ പുതിയ പരീക്ഷണങ്ങളെല്ലാം നടത്തൽ. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ആ കപ്പ എടുത്തിട്ട് വേറൊരു ബോണീൻ്റെ അകത്തേക്ക് ഇട്ടു. എന്നിട്ട് ഒരു കയ്യിലും എടുത്തിട്ട് നല്ലോണം ഒന്ന് ഉടച്ചു കൊടുത്തേ. നല്ലോണം വെന്ത കപ്പ തന്നെയാണ്. രാവിലെ കുക്കറിലാണ് അത് വേവിച്ചിട്ടുണ്ടായിന്, അതുകൊണ്ട് തന്നെ നല്ലോണം വെന്തിട്ടുണ്ടായിന്. പിന്നെ കടുകും കറിവേപ്പിലെല്ലാം രാവിലെ വറുത്തിട്ടതാണ്. അങ്ങനെ ആ കയ്യിലോണ്ടൊന്ന് ഉടച്ചതിന് ശേഷം പിന്നെ ഞാനിത് കൈ കൊണ്ട് നല്ലോണം ഒന്ന് ഞെരടി എടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഉള്ളി ചെറുതായിട്ട് മുറിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. വലിയ ഉള്ളി തന്നെയാണ് കേട്ടോ. ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അതായാലും എടുക്കുക, ഏതായാലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ കുറച്ച് ഉള്ളി ഇട്ട് കൊടുത്തു. പിന്നെ ഒരു 2 പച്ചമുളക്, ഒരുപാട് എരിവാക്കുന്നില്ല, പിള്ളേർക്ക് കൊടുക്കേണ്ടതല്ലേ, അതുകൊണ്ട് ഒരു 2 പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് ഇഞ്ചി, അതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ കുറച്ച് ഇഞ്ചിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. കറിവേപ്പില രാവിലെ വറുത്തിട്ട് തന്നെ അതിലുണ്ട്, എന്നാലും കുറച്ചും കൂടി ഇട്ട് കൊടുത്തു. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തു. പിന്നെ നമ്മളിതാ കുറച്ച് അരിപ്പൊടി ചേർക്കുന്നുണ്ട് അതിൻ്റെ അകത്തേക്ക്. നമ്മൾ വീട്ടിൽ വറുത്ത് വെച്ച അരിപ്പൊടി തന്നെയാണ്. അപ്പോൾ അത് കുറച്ച് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടി നല്ലോണം ഒന്ന് കുഴച്ചെടുക്കുക. നല്ലോണം എന്ന് പറഞ്ഞാൽ നമ്മളെ ചപ്പാത്തിക്കെല്ലാം നമ്മൾ കുഴച്ചെടുക്കുക, അതുപോലെ നല്ലോണം കുഴച്ചെടുക്കുക. ഇതാ ഈ ഒരു രീതിയിൽ കുഴച്ചെടുക്കുക. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നല്ലോണം ചപ്പാത്തിക്ക് പരത്തുന്നതല്ല കുഴക്കുന്നത് പോലെ തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ഞാൻ ആദ്യമായിട്ട് പരീക്ഷിക്കുന്നതാണ് കേട്ടോ. ഇതുവരെ ഉണ്ടാക്കിയിട്ടൊന്നുമില്ല, ആദ്യമായിട്ട് പരീക്ഷിച്ചൊരു കടിയാണ്. അങ്ങനെ നമ്മളെ കുഴച്ചെടുത്ത മാവ് നമ്മൾ ആദ്യം കൈക്ക് ലേശം വെളിച്ചെണ്ണയോ ഇല്ലെങ്കിൽ ഒന്ന് പച്ചവെള്ളമോ നനക്കുക. ഞാൻ പച്ചവെള്ളം നനക്കുകയാണ് ചെയ്തത്. എന്നിട്ട് ഇതുപോലെ ഇതിന് ഓരോ ഉരുളിയായിട്ട് എടുത്തിട്ട് നമ്മളെ കയ്യിൽ വെച്ച് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ പറ്റുന്നവർ നല്ല റൗണ്ട് ഷേപ്പിൽ തന്നെ ആക്കുക, ഇല്ലെങ്കിൽ ഇതാ എൻ്റെതുപോലെ ഇങ്ങനത്തെ ഷേപ്പെല്ലാം ആയിരിക്കും ആവുക. പിന്നെ എന്നാലും കുഴപ്പമില്ല, ഏകദേശം റൗണ്ട് എന്നുള്ള ഷേപ്പെല്ലാം ആയിട്ടുണ്ട്. എന്നിട്ട് നടുവിൽ ഇതേപോലെ ഇതാ നമ്മളെ വിരൽ വെച്ചിട്ട് ഇതുപോലെ ഒരു ഹോളാക്കി കൊടുക്കുക. നമ്മളൊരു ഉഴുന്നുവട ഒരു ഷേപ്പ്, എനിക്ക് ഉഴുന്നുവട ഉണ്ടാക്കാനൊന്നും അറിയില്ല, ഇതുവരെ ആക്കിയിട്ടുമില്ല. അപ്പോൾ ഏകദേശം ഒരു ഉഴുന്നുവട ഷേപ്പിൽ ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാനൊരു ഹോൾ ഇട്ട് കൊടുത്തതാണ് കേട്ടോ. ഇല്ലെങ്കിൽ നമുക്ക് സാധാരണ ഇതുപോലെ പരത്തിയിട്ട് നമ്മളെ കട്ട്ലറ്റിൻ്റെ മോഡൽ അതുപോലെ ആയാലും ചെയ്തെടുക്കാം. ഞാൻ വിചാരിച്ചു എന്തായാലും ഒരു ഉഴുന്നുവട മോഡൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് നടുവിലൊരു ഹോളെല്ലാം ഇട്ട് കൊടുത്തിട്ട് ഇനിയിപ്പോൾ നമുക്ക് എണ്ണയിലിട്ട് പൊരിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഉരുളി അടുപ്പത്ത് വെച്ചു. എന്നിട്ട് അതിലേക്ക് എണ്ണ ചൂടാവാൻ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ എണ്ണ ചൂടായോ നോക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പൊടികൾ ഇട്ട് കൊടുത്തതാണ് ആ സൈഡിലെല്ലാം കാണുന്നത്. അപ്പോൾ നല്ലോണം ചൂടായിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഓരോന്നായിട്ട് ഇതാ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. 3-4 ഒന്നിച്ചിട്ട് കൊടുത്തിട്ട് അങ്ങനെയാണ് ഫ്രൈ ചെയ്തെടുത്തത്. പിന്നെ എന്തായാലും വെന്ത കപ്പ തന്നെയാണ്, ഒരുപാട് സമയമൊന്നും നമുക്ക് എണ്ണയിലിടേണ്ട ആവശ്യമില്ല. അങ്ങനെ തിരിച്ചും മറിച്ചു വിട്ടിട്ട് വേഗം അങ്ങ് പൊരിച്ചെടുക്കുക. തീ കുറച്ച് വെച്ചാൽ മതി കേട്ടോ. നല്ലോണം ഫ്ലെയിം കൂട്ടി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞു പോവും, അന്നേരം കുണം ഉണ്ടാവില്ല.
അതുകൊണ്ട് നമ്മൾ ചെറിയ തീയിൽ തിരിച്ചും മറിച്ചു വിട്ടിട്ട് ഇതുപോലെ ഇതാ പൊരിച്ചെടുക്കുക. അങ്ങനെ ഞാൻ എൻ്റെ കപ്പവട ഇതാ തിരിച്ചും മറിച്ചു വിട്ട് ഇങ്ങനെ പൊരിച്ചുകൊണ്ടിരിക്കലാണ്. ഏകദേശം ഈ ഒരു കളറാകുമ്പം ഞാൻ വാങ്ങിയിട്ടുണ്ടായിനെ. അധികം കരിഞ്ഞാൽ പിന്നെ നമുക്ക് ആർക്കും കൊടുക്കാൻ പറ്റില്ലല്ലോ. എല്ലാവരും എൻ്റെ വെറൈറ്റി കപ്പവട തിന്നാൻ വേണ്ടിയിട്ട് അവിടെ റെഡി ആയിരിക്കുവാണ്. അപ്പോൾ ഞാൻ എല്ലാവരോടും ഞാനൊരു സ്നാക്സ് ഉണ്ടാക്കി തരാം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടായിട്ടില്ല കേട്ടോ. അപ്പോൾ പിള്ളേരെല്ലാം അതിൻ്റെ അടുക്ക് ടേസ്റ്റ് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ടായിനി. അമ്മയും വന്നിട്ടുണ്ടായിനെ. ഞാൻ പറഞ്ഞു തൊടാൻ പാടില്ല, ഞാൻ തരൂല, ഞാൻ ആക്കി കഴിഞ്ഞിട്ടാകുമ്പോൾ നിങ്ങൾക്ക് കൊണ്ടുത്തിരുന്നിട്ട് എല്ലാവരും ഇറയത്തിരുത്തിയിട്ടാണ് ഞാനിത് ആക്കുന്നത്. അങ്ങനെ എൻ്റെ ഫസ്റ്റ് ട്രിപ്പ് വട ഇതാ റെഡി ആക്കിയിട്ടുണ്ട്. ഇനി ബാക്കിയും കൂടെ ആക്കാനുണ്ട്. അപ്പോൾ അതും കൂടെ റെഡിയാക്കിയിട്ട് കാണിച്ചു തരാം. അങ്ങനെ ഇതാ ലാസ്റ്റ് ട്രിപ്പാണ് ഇത്. അതുകൊണ്ട് തന്നെ ഞാനൊരു 6-7 ഒന്നിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാ അടിപൊളി വടയെല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. കാണാൻ നല്ല ഉഴുന്നുവടേൻ്റെ ലുക്കെല്ലാം ഉണ്ടല്ലേ. തിന്നാനും നല്ല ടേസ്റ്റ് ഉണ്ടായിനി. ഉഴുന്നുവട അല്ലെങ്കിലും കപ്പവടയാണെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടായിനി. അങ്ങനെ ഫസ്റ്റത്തെ വട ഇതാ നമ്മളെ ദേവൂട്ടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ സൈഡിലിരുന്നിട്ട് അമ്മ ചോദിക്കുന്നുണ്ട് ഒരു വട ഇങ്ങ് കൊണ്ടുത്താന്ന്. അപ്പോൾ അതിൽ ഏറ്റവും ചെറിയ വട എടുത്തിട്ട് ദേവൂട്ടി അമ്മക്ക് കൊണ്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ ഇതാ നമ്മളെ ഫോട്ടോ എടുക്കലെല്ലാം കഴിഞ്ഞു. ഞാനും ചേച്ചിയും ഫോട്ടോ എടുക്കലും കാര്യമെല്ലാമായിരുന്നു കേട്ടോ വടേൻ്റെ. അങ്ങനെ ഫോട്ടോ എല്ലാം എടുത്തു. ഇതാ ഓരോരാൾക്കും വട കൊടുത്തുകൊണ്ടിരിക്കുവാണ്. നമ്മൾ അമ്മമ്മ ഇതാ ചായയും കൊണ്ട് അവിടെ വാതിക്കൽ വന്ന് നിൽക്കുന്നുണ്ട്. അപ്പം ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടതുകൊണ്ട് അടുത്ത് തന്നെ അവിടെ സ്റ്റക്കായി നിന്നതാണ്. അങ്ങനെ എല്ലാവർക്കും വടയെല്ലാം കൊടുത്തു. എല്ലാവരും തിന്ന് നോക്കി. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. എനിക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഒരു വെറൈറ്റി ടേസ്റ്റ്. നമുക്ക് കപ്പേൻ്റെ ടേസ്റ്റും ഉണ്ട്, പിന്നെ അതിൽ അരിപ്പൊടിയും ബാക്കി സാധനങ്ങളും എല്ലാം വന്നതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ അമ്മ എന്തോ പറയുന്നുണ്ട് കേട്ടോ, എന്നാണെന്ന് എനിക്ക് മറന്നുപോയി. അങ്ങനെ പിന്നെ ഞാനും ഏച്ചിയെല്ലാം ടേസ്റ്റ് ചെയ്തു കേട്ടോ. അങ്ങനെ ഇതാ അനുവും കുളിച്ച് വന്നിട്ടുണ്ട്. ഞാൻ ഉണ്ടാക്കി കൊണ്ടുവരുമ്പോൾ അനു കുളിക്കുന്നതിനുണ്ടായിനി. അങ്ങനെ അനുവും കുളിച്ച് വന്ന് വടയെടുത്തിട്ട് എല്ലാവരും ടേസ്റ്റ് ചെയ്ത് നോക്കി. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ സാധനത്തിന് നല്ല അഭിപ്രായം കിട്ടുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമല്ലേ അല്ലേ. എന്നാലേ നമുക്ക് പിന്നെയും ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഒരു ത്വരയുണ്ടാവുമല്ലോ, അല്ലേ, ഒരു ആഗ്രഹം ഉണ്ടാവുമല്ലോ. അപ്പോൾ എനിക്ക് ഇങ്ങനെ എന്തെങ്കിലും വെറൈറ്റി പരീക്ഷണങ്ങൾ നടത്തണം എന്ന് ഭയങ്കര ആഗ്രഹമാണ് കേട്ടോ. പക്ഷേ ഒന്നാമത് എന്താണ്, ഞാൻ എപ്പം പറയുന്ന പോലെ വീഡിയോ എടുത്തു തരാൻ ആളില്ലല്ലോ. അതുകൊണ്ടാണ് ഒന്നാമത്തെ മടി. ഇന്നിപ്പം ഞാൻ ഏട്ടത്തമ്മയോട് പറഞ്ഞതേയില്ലോ, ഏട്ടത്തമ്മ ചക്കക്കുരു ഉണ്ടെങ്കിൽ നമുക്ക് ചക്കക്കുരു വട ഉണ്ടാക്കിയാലോ എന്ന്. അപ്പോൾ ഇന്ന് ഏട്ടത്തമ്മക്ക് സ്കൂളിൽ മീറ്റിങ്ങിന് പോകാനുണ്ട്. അതുകൊണ്ട് കുറച്ച് തിരക്ക്. എനിക്കാണെങ്കിൽ എപ്പോഴും വൈകുന്നേരം ട്യൂഷനുള്ളതുകൊണ്ട് എനിക്ക് അതിൻ്റെ തിരക്ക്. അങ്ങനെ അതാണ് ഒന്നും നടക്കാത്തത്. അപ്പോൾ എന്തായാലും ഒരു ദിവസം നമ്മൾ ചക്കക്കുരു വട ആക്കുന്നതായിരിക്കും കേട്ടോ. അങ്ങനെ ഞാനും വട ടേസ്റ്റ് ചെയ്തു. ഞാനിട്ട് അമ്മയോട് പറയുന്നത് തണിഞ്ഞാൽ ഗുണമുണ്ടാവില്ല, ചൂടോടെ തിന്നണം എന്ന് പറയുവാനേ. അപ്പോൾ എന്തായാലും നല്ല അടിപൊളി വടയായിരുന്നു. അപ്പോൾ നിങ്ങളും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. ബാക്കി വന്ന കപ്പ തന്നെ വേണമെന്നൊന്നുമില്ല. നിങ്ങളെ വീട്ടിൽ കപ്പ ഉണ്ടാകുമ്പം അതെടുത്ത് ഉപ്പിട്ട് വേവിച്ചിട്ട് പിന്നെ ഇതുപോലെ ചെയ്താൽ നല്ല അടിപൊളി വടയായി കിട്ടും. നമ്മുടെ മക്കളെല്ലാം സ്കൂൾ വിട്ട് വരുമ്പോൾ അവർക്ക് ചൂടോടെ ഇതുപോലെയെല്ലാം ആക്കി കൊടുത്താൽ ഭയങ്കര ഇഷ്ടമായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യണം. അപ്പോൾ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതേപോലെ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.